അങ്ങയുടെ മുൻപിൽ മാത്രം ഞങ്ങൾ വണങ്ങുന്നു.
കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വെറും മറവിയും വെറും അനുരഞ്ജനവും ക്ഷമയല്ല എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കൂടപ്പിറപ്പുകളെ, ക്ഷമിച്ചെങ്കിലേ ക്ഷമ ലഭിക്കുകയുള്ളൂ. ക്ഷമ കൊടുക്കുക, ക്ഷമ വാങ്ങുക എന്നതൊക്കെ ഒരു മനുഷ്യായുസ്സിൽ ഒരുവനിൽ നടക്കേണ്ടുന്ന കാര്യമാണ്. ആദ്യം ക്ഷമിച്ചത് ദൈവമാണ്. ഇന്നും ദൈവം നമ്മോട് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു. നാം ക്ഷമ ലഭിക്കാൻ ഒട്ടും അർഹരല്ലായിരുന്നു എന്ന് മറക്കരുത്. എന്നിട്ടും ദൈവം നമ്മോട് ക്ഷമിച്ചു. ആ ക്ഷമ നാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ആ ക്ഷമ നാം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നാമും മറ്റുള്ളവരോട് ക്ഷമിച്ചെങ്കിലേ മതിയാകും. ക്ഷമ എന്നത് നമ്മുടെ അധരങ്ങൾ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് ഹൃദയത്തിൽ നിന്നും വരേണ്ടതാണ്. അധരം കൊണ്ട് ക്ഷമിക്കുകയും ഹൃദയം കൊണ്ട് ക്ഷമിക്കാതിരിക്കുകയും ചെയ്യുന്നതിന് ഫലമായി ഒരുവനിൽ ഉണ്ടാകാവുന്ന ദുരിതങ്ങൾ ഏറെയാണ്. വിഷാദം, സന്ധിവാതം, രക്തസമ്മർദ്ദം, വിട്ടുമാറാത്ത തലവേദന തുടങ്ങി ജീവിതം നരകതുല്യമാകത്തക്ക നിലയിലുള്ള സകല രോഗങ്ങളുടെയും വിളനിലവും വേദന നിറഞ്ഞ ജീവിതാനുഭവം ആയിരിക്കും അപ്രകാരമുള്ള അനുഭവങ്ങളിൽ നേരിടേണ്ടി വരുന്നത്. ഇത് ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിൽ വെളിപ്പെട്ട ഒരു സത്യം കൂടിയാണ് എന്ന് തിരിച്ചറിയണം. നാം ക്ഷമിക്കുന്നവരാണെങ്കിൽ ക്ഷമ എന്തൊക്കെയല്ല എന്നാദ്യം നാം അറിഞ്ഞിരിക്കണം. ക്ഷമ എന്നത് മറവിയല്ല. ഉള്ളുകൊണ്ട് ക്ഷമിക്കാൻ കഴിയാതെ വരുമ്പോൾ പ്രിയരെ, നാം പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവ്, എനിക്കെല്ലാം മറക്കാൻ കൃപ തരണമേ. ഞാനത് മറക്കാൻ ശ്രമിക്കുവാണ്. ഞാനത് ഓർക്കാൻ, അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാനതങ്ങ് മറന്നു കളഞ്ഞു എന്നിങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ നാം പലപ്പോഴും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ലേ? ക്ഷമിക്കേണ്ട വിഷയം മനഃപൂർവ്വമായി ഹൃദയം കൊണ്ട് ക്ഷമിക്കാതെ മറക്കുവാൻ ശ്രമിക്കുന്നത് അപകടകരമാണ്. അവസരം വരുമ്പോൾ അത് ഓർമ്മ വരും, അത് വിളിച്ചു പറയും, അത് പ്രശ്നമാകുകയും ചെയ്യും. ഹൃദയം കൊണ്ട് ക്ഷമിക്കാതെ മറക്കാൻ ശ്രമിച്ചാൽ അവസരോചിതമായി അത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും മുകളിലേക്ക് പൊങ്ങി വരികയും സമാധാനക്കേടുണ്ടാകുകയും ചെയ്യും. അതിനെ തടയുവാൻ എത്ര ശ്രമിച്ചാലും നടക്കുകയുമില്ല. ക്ഷമ എന്നത് അനുരഞ്ജനമല്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഹൃദയം കൊണ്ട് അടുപ്പമില്ലാതെ, അടുക്കുവാനാകാതെ സഹകരിക്കുവാനുള്ള, ഇടപെടുവാനുള്ള ശ്രമം വെറും പാഴ്ശ്രമങ്ങളാണ്. ഹൃദയം കൊണ്ട് ക്ഷമിച്ച് അനുരഞ്ജനത്തിന് താല്പര്യപ്പെട്ടാൽ ആ കൂട്ടായ്മയ്ക്ക് ഒരു ഊഷ്മളത അനുഭവിക്കുവാൻ ഇടയായിത്തീരും. അല്ലാത്ത വെറും നാട്യത്തിലുള്ള അനുരഞ്ജനമാണെങ്കിൽ അവിടെ ഈർഷ്യ അനുഭവമാകും. വേദപുസ്തകം പഠിപ്പിക്കുന്നു, ഈർഷ്യ പാപമാണ്. നാം മറ്റുള്ളവരോട് ക്ഷമിച്ചു കഴിഞ്ഞു എന്നതിന് ശേഷവും ആ വിഷയം നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുകയോ തികട്ടി വരികയും ചെയ്യാറുണ്ടോ? എങ്കിൽ നമ്മുടെ ക്ഷമ കൊടുക്കൽ വെറും മറക്കാൻ ശ്രമിക്കൽ എന്നതോ വെറും അനുരഞ്ജന നാടകമോ ആയിരിക്കും. നാം യഥാർത്ഥമായി മുഴുവനായി ക്ഷമിച്ചിട്ടില്ല എന്ന് തിരിച്ചറിയും. പ്രിയരെ, ക്ഷമ ഒരു വിലമതിക്കാനാകാത്ത ഔഷധമാണ്. നാം ക്ഷമിക്കേണ്ടവരോട് മുഴുവനായി അവരുടെ പിഴകളെ, അവരുടെ ഉപദ്രവങ്ങളെ, അപവാദങ്ങളെ, വേദനകളെ, മുറിവുകളെ ഒക്കെ ക്ഷമിച്ചാൽ, കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചതുപോലെ നാം ക്ഷമിച്ചാൽ നാം ദൈവികാരോഗ്യം പ്രാപിക്കുന്നവരായി തീരും. ഒരുപക്ഷെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മരുന്നുകളും ചികിത്സാവിധികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കുവാനുമാകും. കൂടപ്പിറപ്പുകളെ, നമ്മുടെ കൂടപ്പിറപ്പുകളെ പോലെ കൂടെ കൂട്ടിയിരിക്കുന്ന മാറാരോഗങ്ങളോ പാരമ്പര്യ രോഗങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാനും ഇടയാകും. അവയ്ക്ക് നമ്മിൽ വസിക്കുവാനുള്ള ഇടമില്ലാതാക്കുകയാണ് നാം ക്ഷമിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. ക്ഷമിക്കുന്നവരാണെങ്കിൽ പിന്നെ നമ്മിൽ വസിക്കുന്നത് ദൈവസ്നേഹമാണ്. സ്നേഹം നമുക്ക് ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നതാണ്.
നാം സന്തോഷവും സമാധാനവും ദൈവകൃപയും നിറഞ്ഞവരായി തീരുകയും ചെയ്യുന്നു. ക്രിസ്തു നമ്മിൽ വെളിപ്പെട്ടു നിൽക്കുന്നു. നാം വെളിച്ചം പരത്തുന്നവരുമായി മാറുന്നു. മറിച്ച് നാം ഹൃദയം കൊണ്ട് ക്ഷമ കൊടുക്കാത്തവരാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം നമ്മെ തന്നെ മുറിപ്പെടുത്തുന്നു. നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നവരുമാകും. നാം നമ്മെ തന്നെ ആത്മഹത്യയ്ക്ക് നാം അറിയാതെ തന്നെ ഏൽപ്പിക്കപ്പെട്ടവരെന്ന് നമ്മുടെ സ്വഭാവം കൊണ്ട് തെളിയിക്കുന്നവരായിത്തീരും. നാം ക്ഷമ കൊടുക്കുന്നവരായി തീരാൻ നമുക്ക് എങ്ങനെയാണ് ദൈവത്തിന്റെ വചനത്തിൽ കൂടി കൽപ്പിച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കൂ. കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ എന്നാണ് വചനം ഓർപ്പിക്കുന്നത്. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചത് എങ്ങനെയാണ്? അല്പമായിട്ടല്ലല്ലോ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന മുഴുവൻ പാപവുമാണ് കർത്താവ് ക്ഷമിച്ചു തന്നത്. ഞാനും എൻ്റെ 60% പാപം ഇപ്പോൾ ക്ഷമിക്കുന്നു, ബാക്കി 40% ഇവന്റെ മരണസമയത്ത് ഞാൻ ക്ഷമിച്ചോളാം എന്നല്ലല്ലോ കർത്താവ് നമ്മളോട് പറഞ്ഞത്. നമ്മുടെ ഒരു പാപവും കർത്താവ് ശേഷിപ്പായി വച്ചിട്ടില്ല എന്ന് തിരിച്ചറിയുക. നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷമോ എത്രയെത്ര പ്രാവശ്യം ദൈവകോപത്തിന് ഇടയാക്കത്തക്ക പാപങ്ങൾ നാം ചെയ്തു പോയിട്ടുണ്ട്. അവയൊക്കെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചപ്പോൾ കർത്താവ് ക്ഷമിച്ചു തന്നില്ലേ? ഫലത്തിൽ ഇന്നും ഇപ്പോഴും കർത്താവ് നമ്മോട് ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും കർത്താവ് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാമും അങ്ങനെ തന്നെ ക്ഷമിക്കുന്നവരാകാം. അപ്രകാരം ക്ഷമ ലഭിക്കുന്നവരായി ജീവിക്കാം. ക്ഷമ കൊടുക്കുന്നവരായി നമുക്ക് കർത്താവിനാൽ അറിയപ്പെടാൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടാൻ അവസരങ്ങളെ സൃഷ്ടിക്കുന്നവരാക്കി തീർക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിന്റെ നല്ല പ്രഭാതത്തിൽ അപ്പന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. പുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ കണ്ണുകളിലേക്ക് തന്നെ ഞങ്ങൾ നോക്കുന്നു. ഞങ്ങൾ ക്ഷമിക്കുന്നവരായി, ക്ഷമ പ്രാപിക്കുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അധരം കൊണ്ടല്ലപ്പ, ഹൃദയം കൊണ്ട് ക്ഷമിക്കാൻ. അതിന്റെ വെളിച്ചത്തിലുള്ള സകല ദൈവിക അനുഗ്രഹങ്ങളും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാപിച്ച്, ദൈവപ്രസാദം പ്രാപിച്ച് സന്തോഷത്തോടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനുടമകളായി ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും ഇന്ന് പകൽ ബലപ്പെടുത്തണം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിന്റെ കൃപ പകരണമേ. ജനം വിടുവിക്കപ്പെടട്ടെ, ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് ഇത് ചെയ്യുന്ന വൻകൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ കർത്താവിന്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. മഹത്വം അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നപ്പ ദയതൊന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിനൂടെ നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.